ഹലോ അസ്സലാമു അലൈക്കും. സനാസ് അലി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് വന്ന ഇന്നത്തെ ഒരു പാക്കിംഗ് വീഡിയോയും അതിലുള്ള മെറ്റീരിയൽസുകളും കാണിക്കുന്നതോടുകൂടി തന്നെ എനിക്ക് വരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടി ഇതിൻ്റെ കൂടെ പറയാതെ കരുതിട്ടോ. ഇത്താൻ്റെ വീഡിയോസുകൾ കാണുമ്പോൾ അതിലുള്ള മെറ്റീരിയൽസുകൾ കാണുമ്പോൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കാനും ബൺ മെറ്റീരിയൽസുകൾ സെയിലാക്കാനും കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഒരുപാട് ആഗ്രഹം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വീട്ടമ്മയാണ്. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, എത്ര അളവിലെടുക്കണം, അതുപോലെ ഏതാണ് ആദ്യം മേടിക്കേണ്ടത് എന്നെല്ലാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സാണ്. ബിഗിനേഴ്സ് ഫസ്റ്റ് തുടക്കം തന്നെ ചോദിക്കുന്നത് ഞാനൊരു ബിഗിനേഴ്സാണ് അല്ലെങ്കിൽ ഞാനൊരു തുടക്കക്കാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് തന്നെ. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ ചെറിയ അളവിൽ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു എമൗണ്ടിനെങ്കിലും മെറ്റീരിയൽസുകൾ മേടിക്കാൻ നോക്കുക. അതായത് ബൺ മെറ്റീരിയൽസുകൾ ഫസ്റ്റ് മേടിക്കുക. അതിനനുസരിച്ചിട്ട് പിന്നെ അടുത്തത് ചെറിയൊരു കിറ്റ്, അതായത് മാലയുടെയോ എയർ ബാൻഡിൻ്റെയോ അല്ലെങ്കിൽ രണ്ടും കൂടി കൂടിയിട്ടുള്ള ഒരു കിറ്റ് മേടിക്കുക. അതൊക്കെ മേടിച്ചിട്ട് നമ്മളത് മേടിച്ച് വെച്ചാൽ പോരാ, നമ്മളത് ഉണ്ടാക്കണം, സെയിലാക്കണം. സെയിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് വാട്സപ്പിലാണ് ഫസ്റ്റ് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇടുക. പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ളവരെ അറിയിക്കുക. കുട്ടികൾ, നമ്മൾ മെയിനായിട്ട് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ആൾക്കാർ എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ കുറച്ച് കുട്ടികളുണ്ടാവും. അവരിലൂടെയാണ് നമ്മൾ പുറം ലോകത്തേക്ക് അറിയുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, അവർക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ റിലേറ്റീവ്സ് കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ തുടക്കം. ഫസ്റ്റത്തെ നമ്മുടെ എമൗണ്ട് പറഞ്ഞാൽ അതാണ് നമ്മുടെ തുടക്കം. നമ്മൾ മേടിച്ച മെറ്റീരിയൽസുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് അത് നമ്മളെ പുറത്തേക്ക് അറിയിക്കണം, നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുക. അതുപോലെ എൻ്റെ ഒരു കുട്ടി കസ്റ്റമർ ഉണ്ട് കേട്ടോ. കുട്ടി കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്, പക്ഷേ അതിൽ സ്പെഷ്യലായിട്ട് ഒരാളുണ്ട്. ആൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് തുടങ്ങിയത്, യൂട്യൂബിലുള്ള വീഡിയോസുകൾ കണ്ടിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ നിന്നാണ് മെറ്റീരിയൽസ് വാങ്ങിയത്. ആദ്യം അവൾ സ്കൂളിലേക്ക് ഇട്ടിട്ടൊന്ന് പോയി. പിന്നെ കുട്ടികൾക്ക് കാണുമ്പോൾ ഓരോ ദിവസവും ഓരോരോ കളറായിട്ട് ഇങ്ങനെ ബൺ മെറ്റീരിയൽസ് ഹെയർ ബാൻഡൊക്കെ ചെയ്ത് ഇട്ട് വരുന്നതാണപ്പോൾ കുട്ടികൾക്കൊക്കെ അസൂയ തോന്നിയെന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ, മറ്റു കുട്ടികൾക്കൊക്കെ. പിന്നെ അവൾ പാക്കറ്റിൽ ബൺ മെറ്റീരിയൽസ് ഇട്ടിട്ട് വിൽക്കൽ തുടങ്ങി. പാക്ക് ചെയ്ത് കൊടുക്കൽ തുടങ്ങിയപ്പോൾ 20 രൂപ 30 രൂപ പാക്കറ്റ് റേറ്റ് ഇടും. അങ്ങനെ കൊടുത്തിട്ട് അവളിപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കുട്ടിയാണ്, 8ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാ? ആ ഒരു കുട്ടി മാത്രമല്ല കേട്ടോ, ഒരുപാട് മക്കൾ വീട്ടമ്മമാർ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് സെയിൽ ചെയ്ത് ചെറിയൊരു വരുമാനം അവർ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ നമുക്കും ഒരു വരുമാനം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? നമുക്കൊരു വാശിയാണ്. കാരണം നമുക്ക് ജയിക്കണം എന്നുള്ളൊരു വാശിയാണ് വേണ്ടത്. പിന്നെ സമയം അത് നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ. അതിനുള്ള ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ ഞാൻ അടുക്കളയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫോണിൻ്റെ നെറ്റ് ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ടാണ് നമ്മൾ അടുക്കളയിലേക്ക് കയറുകയുള്ളൂ. കാരണം അതിലൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. പിന്നെ അടുത്തത് നോക്കി അത്രയും നമ്മുടെ സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. ഓക്കേ.